ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 05-2/2024 മെയ് 4 നടന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് LDCയിലെ 10 മലയാള ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. വിദ്വാൻ നമുക്കറിയാം, സ്ഥിരം റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിദ്വാൻ, വിദുഷി. വിദുഷി ഓപ്ഷൻ സി ആണ് ആൻസർ. വിദ്വാൻ, വിദുഷി ആൻസർ ഓപ്ഷൻ സി. അടുത്തത്, അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായ വരുന്ന പദം ഏത്? അപ്പോൾ അശ്വത്ഥം എന്ന് പറഞ്ഞ സംഗതി എന്താണ്? അരയാൽ. അശ്വത്ഥം എന്ന് പറഞ്ഞ സംഗതി അരയാലാണ്. അതിൻ്റെ സമാനാർത്ഥമായി വരുന്ന പദം അരയാൽ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം എന്താണ്? ജിജ്ഞാസയാണ്. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, കുടിക്കാനുള്ള ആഗ്രഹം പിപാസ. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ പ്രീവിയസ് ചോദ്യമാണ്. അപ്പോൾ ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം എന്താണ്? ജിജ്ഞാസ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, വിപരീത ശബ്ദം എഴുതുക. സ്വകീയം. സ്ഥിരം ചോദ്യമാണ്. എന്താ? പരകീയം. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. പരകീയം. സ്വകീയത്തിൻ്റെ ഓക്കെ വിപരീത ശബ്ദമാണ് പരകീയം. പരകീയം. പിരിച്ചെഴുതുക. പടക്കളം. ഇങ്ങനെ എഴുതുക. പടാ പ്ലസ് കളമാണ് പടക്കളം. പടക്കളം ദ്വിത്വസന്ധി. ഓക്കെ, അപ്പോൾ പടക്കളം, പടാ പ്ലസ് കളം, പടക്കളം. ഓപ്ഷൻ സി ആണ് ആൻസർ. 95ൻ്റെ ആൻസർ ഓപ്ഷൻ സി. ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓലപ്പാമ്പ് കാട്ടുക. നീ എന്നെ ഓലപ്പാമ്പ് കാട്ടിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട എന്ന് പറയാറില്ലേ? അപ്പോൾ ഓലപ്പാമ്പ് കാട്ടുക എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക. ഓക്കെ, ഭീഷണിപ്പെടുത്തുക. ഓലപ്പാമ്പ് കാട്ടുക എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓലപ്പാമ്പ് കാട്ടുക, ഭീഷണിപ്പെടുത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ശരിയായ വാക്യം കണ്ടെത്തുക. മറ്റ് ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ലീലയ്ക്ക് മറ്റ് ഗത്യന്തരമില്ലാതായപ്പോൾ വീട് വിൽക്കേണ്ടി വന്നു. ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നത് മറ്റ് ഗത്യന്തരമില്ലാതെയായിട്ടാണ്. അപ്പോൾ ഗത്യന്തരമില്ലാതായപ്പോൾ എന്ന് മതി, മറ്റൊന്ന് വേണ്ട. ഓക്കെ, അപ്പോൾ മറ്റും ഗത്യന്തരമില്ലാതായപ്പോൾ രണ്ടും കൂടിയും ഒരു സെൻറ്റൻസിൽ വേണ്ട. അപ്പോൾ എല്ലാ സെൻറ്റൻസിലും അതുണ്ട്. ഓപ്ഷൻ എയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? മറ്റ് ഗത്യന്തരമില്ലാതായപ്പോൾ അത് തെറ്റാണ്. ലീലയ്ക്ക് മറ്റ് ഗത്യന്തരമില്ലാതായപ്പോൾ അതിലും അത് പറഞ്ഞിട്ടുണ്ട്. ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നത് മറ്റ് ഗത്യന്തരമില്ലാതെ, അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ വാക്യം എന്ന് പറയുന്നത്. അടുത്ത ചേർത്ത് എഴുതുക. നൽ പ്ലസ് നൂൽ എന്താണ്? നന്നൂലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ചേർത്ത് എഴുതുക. നൽ പ്ലസ് നൂൽ, നന്നൂൽ. ഓപ്ഷൻ എ ആണ് ആൻസർ. നൽ പ്ലസ് നൂല്, നന്നൂൽ. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്തത് ഏത്? അപ്പോൾ മാവ്, ചൂതം, ഓക്കെ, ആമ്രം, രസാലം, ഇതൊക്കെ മാവാണ്. അതൊക്കെ മാവിൻ്റെ പര്യായ ശബ്ദമാണ്. എന്നാൽ വരകം എന്ന് പറഞ്ഞ സംഗതി എന്താണ്? വരകം എന്ന് പറഞ്ഞ സംഗതി എന്താണ്? അഗ്രഹം. വരകം എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്. അപ്പോൾ ഓക്കെ, മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്തത് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് വരകമാണ്. ചൂതം, ആമ്രം, രസാലം ഇതൊക്കെ മാവിൻ്റെ ഓക്കെ, ചൂതം, അതുപോലെ ആമ്രം, രസാലം ഇതൊക്കെ മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദങ്ങളാണ്. അല്ലാത്ത ഏതാണ്? വരകമാണ്. വരകം. ഓക്കെ, ശരിയായ പദം ഏതാണ്? സ്ഥിരം ചോദിക്കുന്ന ചോദ്യം. ഓക്കെ, കവയിത്രിയാണ്. കവയിത്രി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കവയിത്രി. ഓക്കെ, കവയിത്രിയാണ്. കവയിത്രി. ഓക്കെ, ശരിയായ ആൻസർ ഓപ്ഷൻ ഡി ആണ്, കവയിത്രി. അപ്പോൾ ഓടിച്ചൊന്നും കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ നോക്കിയത് വിദ്വാൻ. ഓക്കെ, വിദ്വാൻ്റെ ഓക്കെ സ്ത്രീലിംഗ രൂപം വിദുഷിയാണ്. അശ്വതം എന്ന് പറഞ്ഞ സംഗതി സമാനാർത്ഥം അരയാലാണ്. ഒറ്റപ്പദം അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സ്വകീയം എന്ന് പറഞ്ഞ സംഗതി എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് പരകീയമാണ്. പിരിച്ചെഴുതുക. പടക്കളം. ഓക്കെ എന്ന് പറഞ്ഞാൽ പടാ പ്ലസ് കളമാണ്. പടക്കളം എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓലപ്പാമ്പ് കാട്ടുക എന്ന് പറഞ്ഞ സംഗതി ഓപ്ഷൻ ഡി ആണ്. ഭീഷണിപ്പെടുത്തുക ആണ് ആൻസർ. ശരിയായ വാക്യം, ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. ചേർത്ത് എഴുതുക. നൽ പ്ലസ് നൂൽ എന്നാണ്, നന്നൂലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്ത ഏതാണ്? ചൂതം, ആമ്രം, രസാലം ഒക്കെ മാവാണ്. എന്നാൽ വരകം എന്ന് പറഞ്ഞ ആഗ്രഹമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ശരിയായ പദം ഏതാണ്? കവയിത്രിയാണ്. കവയിത്രി. ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമ്മൾ നോക്കിയത് 05-2/2024 നടന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് LDCയിലെ 10 മലയാള ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റേ ക്ലാസ് മനസ്സിലായെങ്കിൽ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.